ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊല്ലം റെസിപ്പി ബിരിയാണിയാണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സവാളയും പട്ടയും ഗ്രാമ്പും തക്കോലും ഞാൻ എടുത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ വീഴ്ത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചൂടായതിന് ശേഷം നമുക്കുള്ള കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം റൈസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റോളം നമുക്കിനി ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം വറുത്തെടുത്ത് വയ്ക്കാം. അല്ലാതെ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം, അല്ലാതെ നമുക്ക് ഊറ്റിയെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ വയ്ക്കുന്ന റൈസാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് കണക്ക്. അരി എത്രയാണോ ആ പാത്രത്തിനുള്ളത് അത്രയും വെള്ളമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ കണക്ക്. അപ്പോൾ വെള്ളം 2 പാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ചോറിനും ചിക്കനിലും ഇടാനുള്ള സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയെല്ലാം ഞാൻ ഇവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയും, ഇപ്പം മലബാർ ബിരിയാണി, പിന്നെന്താ തലശ്ശേരി ബിരിയാണി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നല്ലതുപോലെ വെന്ത് പാകമായി വരുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഞാൻ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലും മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ പാല് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ ടേസ്റ്റിന് വേണ്ടിയാണ്. നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വറുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെക്കാനായിട്ട് നമുക്ക് മുളക് ഒരു 10-20 മുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് എരി വേണം. എരി ഇവിടെ നമുക്ക് 2 പേർക്ക് എരി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ചേർത്ത് വയ്ക്കുന്നതല്ല. ഇതിൽ തലശ്ശേരി ബിരിയാണിക്കും ഇങ്ങനെ വയ്ക്കും. പിന്നെ നമ്മുടെ സ്റ്റൈലിൽ എങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സവാള, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഞാൻ മുളകും പട്ട, ഗ്രാമ്പു, പെരുംജീരപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൊടുത്ത് ഞാൻ പൊടിച്ചെടുത്തതും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ചോറിൻ്റെ റെസിപ്പി മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിക്കനും കൂടെ ഇടയ്ക്ക് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ റൈസ് ഇവിടെ അടിപൊളി ടേസ്റ്റിൽ നമ്മളെ റൈസും ചിക്കനും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.